ഹലോ നമസ്കാരം, ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തടിയങ്ക വെച്ച് മലക്കറയിലൊക്കെ കിടക്കുന്ന തടിയങ്ക വെച്ച് നമുക്കൊരു പച്ചടി വയ്ക്കാം. ഇത് എൻ്റെ വീട്ടിലുള്ള തടിയങ്കായാണ്. ഇത് നല്ല വെള്ളരിയൊക്കെ വെച്ച് പച്ചടി വയ്ക്കും പോലെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് വെച്ചൊരു പച്ചടി വയ്ക്കാം. അതിന് ഞാൻ തടിയങ്ക എടുത്ത് അരിഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിനാവശ്യമുള്ള തേങ്ങ, കടുക്, പിന്നെ നല്ല കട്ടത്തൈര്. ഇത് ഞാൻ കൊണ്ടുപോയി അടുപ്പിൽ വെച്ച് അടുപ്പിലിട്ട് വേവിക്കാം. നമുക്ക് ഇനി അടുക്കളയിൽ നമുക്കൊരു ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ പാത്രത്തിനകത്ത് തടിയങ്ക അരിഞ്ഞിട്ട് വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട. ഇതിൽ വെള്ളം വെന്ത് വരപ്പോൾ വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. തടിയങ്ക ഒരു പാത്രത്തിലിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ച് ഇനി അതിൽ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഓൾറെഡി ഇതിൽ വെള്ളം തന്നെ ഉണ്ട്. അപ്പം പിന്നെ ശകലം ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ വെച്ച് നമ്മളിത് അടുപ്പി വെച്ച് നല്ലതുപോലെ വേവിക്കണം. വേവിച്ച ശേഷമാണ് അരപ്പ് ശരിയാക്കാറുള്ളത്. നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തത്. അതായത് ഒരു മുറി തേങ്ങ എടുത്ത് ഒരു മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഒന്ന് അരച്ച് മുക്കാൽ ഭാഗമാകുമ്പം കുറച്ച് കടുകും കൂടെ ചേർത്ത് ചതച്ചെടുക്കണം. പച്ചടിക്ക് എപ്പോഴും കടുവാണ്. എന്നിട്ട് മിക്സിയിൽ കൊണ്ടുപോയി അരയ്ക്കാം. നമുക്ക് അടുപ്പിൽ വെച്ച പച്ചടി കഷ്ണം വെന്തിട്ടുണ്ടാകും നമുക്ക് നോക്കാം. അപ്പം കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ വെള്ളം ചേർത്തില്ല, ഇതിലുള്ള വെള്ളമാണ് ഇതിങ്ങനെ വെള്ളമായിട്ട് വന്നത്. നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് കടുവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട. ഉപ്പും ശകലം 1 സ്പൂൺ പഞ്ചസാര ബാലൻസ് ചെയ്ത് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും പുളിപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ചൂടായി ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഞാൻ 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. നമ്മളെ പച്ചടിക്കുള്ള അരപ്പെല്ലാം ഞാൻ ചേർത്ത് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ശേഷം ഞാൻ നല്ല കട്ട തൈരാണ് ഒഴിക്കുന്നത്. കട്ട തൈര് ഒഴിച്ച് ഉപ്പും നോക്കി ഉപ്പും പുളിപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 സ്പൂണും പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് ഇറക്കി വെച്ചിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കടുക് താളിക്കാം. ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാം. ഗ്യാസ് വെച്ച് നമ്മൾ കടുക് വറുക്കാം. പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കും. ഒരു സ്പൂൺ കടുക് ഇട്ടു. മൂപ്പിച്ച് ഒരു 4-5 പച്ചമുളക് ചെറിയിടാം. നല്ലപോലെ മൂപ്പിട്ട് തുറന്ന് സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി. പച്ചടി റെഡിയായിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.